ഖുർആൻ ആസ്വാദനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 29-ാമത്തെ ആയത്ത്. هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്കായി പടച്ചത് അവനാണ്. പിന്നെ അവൻ ഉപരിയിലേക്ക് തിരിഞ്ഞ് അതിനെ 7 ആകാശങ്ങളായി സംവിധാനിച്ചു. കാര്യങ്ങളെയെല്ലാം പറ്റി അറിയുന്നവനുമാണവൻ. ഹുവല്ലദീ ഖലഖ ലകും മാ ഫിൽ അർദി ലകും മാ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓത്. ജമീഅൻ സുമ്മ ജമീഅൻ എന്ന തൻവീനിനെ മറച്ചു പിടിച്ചുകൊണ്ട് ഇഖ്ഫ ചെയ്ത് ഓതുന്നു. സുമ്മ മീമിന് ശബ്ദ് വന്നിട്ടുണ്ട്, മണിക്കണം. സുമ്മസ്തവാ ഇല നിർബന്ധമില്ലാത്ത മദ്ദാണ്. ഇലസ്സമായി സമാ എന്നുള്ളത് തീർച്ചയായും നമ്മൾ നീട്ടേണ്ട ഒരു ഭാഗമാണ്. ഫസവ്വാഹുന്ന അവിടെ നൂനിന് ശബ്ദ് വന്നിട്ടുണ്ട്. 7 സമാവാതി വഹുവ കൂട്ടി ഓതുമ്പോൾ അങ്ങനെ മണിച്ചുകൊണ്ട് കൂട്ടി ലയിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ സമാവാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താവുന്നതുമാണ്. അവിടെ ജീമാണ് കാണുന്നത്, ജായിസായ വേണമെങ്കിൽ നിർത്താവുന്ന സ്ഥലമാണ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഷൈഇൻ അലീം വളരെ വ്യക്തമായിട്ട് അവിടെ ഇൽഹാർ ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്കായി സൃഷ്ടിച്ചുവെന്നത് ഖലഖ ലകും മാ ഫിൽ അർളി ജമീഅ അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമായി എടുത്തു പറയുകയാണിവിടെ. ഭൗമവസ്തുക്കളെയെല്ലാം മനുഷ്യർക്ക് നന്മ നൽകുന്നതിന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. സൗരയൂഥത്തിൽ സൂര്യൻ മാത്രമേ ഊർജ സ്രോതസ്സായുള്ളൂ. മനുഷ്യനടക്കമുള്ള ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം അവയുടെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഊർജം മുഴുവൻ സൂര്യനിൽ നിന്നുള്ളതാണ്. സൂര്യനിൽ നിന്നുള്ള ഊർജം ജീവജാലങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലൂക്കോസ് ആക്കി തീർക്കുന്നത് ഹരിത സസ്യങ്ങളാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡും ഭൂമിയിലെ വെള്ളവും മറ്റ് മൂലകങ്ങളും വലിച്ചെടുത്ത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇലകളിലെ ഹരിതകം ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. പ്രകാശ സംശ്ലേഷണം എന്ന ഈ പ്രക്രിയ വഴിയാണ് നമുക്കും മറ്റു ജീവജാലങ്ങൾക്കുമെല്ലാം ഊർജം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് സസ്യങ്ങളാണ് ഭൂമിയിലെ ഉൽപാദകർ എന്ന് പറയുന്നത്. അവ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ പാക്കറ്റായ ഗ്ലൂക്കോസിൻ്റെ ഉപഭോക്താക്കളാണ് ജന്തുക്കളെല്ലാം. സസ്യങ്ങളെ നേരിട്ട് ആശ്രയിക്കുന്ന ജീവികൾ പ്രാഥമിക ഉപഭോക്താക്കളും നേരിട്ടല്ലാതെ ആശ്രയിക്കുന്ന ജീവികൾ ദ്വിതീയ ഉപഭോക്താക്കളുമാണ്. പുല്ലു തിന്നുന്ന മാൻ പ്രാഥമിക ഉപഭോക്താവും മാനിനെ തിന്നുന്ന സിംഹം ദ്വിതീയ ഉപഭോക്താവുമാണ് എന്നർത്ഥം. ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും എല്ലാം മൃതശരീരങ്ങൾ ഭൂമിയിൽ അലിയുമ്പോൾ ഉണ്ടാവുന്ന പോഷകങ്ങൾ വലിച്ചെടുത്തുകൊണ്ടാണ് സസ്യങ്ങൾ ഭക്ഷണം നിർമ്മിക്കുന്നത്. ഈ മൃതശരീരങ്ങളെ സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ തക്ക രൂപത്തിൽ മണ്ണിൽ അലിയിക്കുന്നത് മണ്ണിലെ സൂക്ഷ്മജീവികളാണ്. അതിനാൽ അവർ വിഘാടകരാണ്. ജന്തുക്കൾ സസ്യങ്ങളെയും സസ്യങ്ങൾ സൂക്ഷ്മജീവികളെയും സൂക്ഷ്മജീവികൾ സസ്യങ്ങളെയും ജന്തുക്കളെയും ആശ്രയിച്ച് നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ ചക്രം ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. സഹജീവനം എന്ന് വിളിക്കുന്ന ഈ പരസ്പരാശ്രിതത്വത്തിൻ്റെ കേന്ദ്രബിന്ദു മനുഷ്യനാണെന്ന് സൂക്ഷ്മമായ അപഗ്രഥനത്തിൽ മനസ്സിലാവും. മനുഷ്യരുടെ നിലനിൽപ്പിന് വേണ്ടി നേരിട്ടോ അല്ലാതെയോ സേവനം ചെയ്യുന്നവയാണ് എല്ലാ ഭൗമ സൃഷ്ടികളുമെന്നർത്ഥം. ഭൂമിയിൽ 200 കോടി ജീവിവർഗങ്ങളെങ്കിലും ഉണ്ടാകുമെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. 4 ലക്ഷത്തോളം സസ്യവർഗങ്ങൾ, 12 ലക്ഷത്തോളം ജന്തുവർഗങ്ങൾ, 68 ലക്ഷത്തോളം കീടവർഗങ്ങൾ, എണ്ണമറ്റ
സൂക്ഷ്മജീവി വർഗങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്ന് 7 നാഴിക വരെ ആഴത്തിലും അന്തരീക്ഷത്തിൽ 40 നാഴിക വരെ ഉയരത്തിലും ബാക്ടീരിയകളെ കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വൈറസുകളും ഉണ്ടാവും. സൂക്ഷ്മജീവികളുടെ വലിയൊരു സമുദ്രത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാണ് ഇതിനർത്ഥം. ഉപദ്രവകാരികൾ എന്ന് കരുതുന്ന സൃഷ്ടികൾ പോലും ആത്യന്തികമായി മനുഷ്യർക്ക് ഉപകാരങ്ങൾ നൽകുന്നതിനായി സൃഷ്ടിക്കപ്പെട്ടവയാണ് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ബാക്ടീരിയകളെ കണ്ടുപിടിച്ചപ്പോൾ മനുഷ്യരുടെ ശത്രുക്കളാണ് അവയെന്നായിരുന്നു ധാരണ. ഇന്ന് ആ ധാരണ മാറി. ശരീരത്തിലുള്ള ബാക്ടീരിയകളിൽ 85% മനുഷ്യന് ചെയ്യുന്ന ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്കറിയാം. ദോഷകരം മാത്രമായി ഈ അടുത്ത കാലം വരെ കരുതിയിരുന്ന വൈറസുകളും നിർവഹിക്കുന്ന മർമ്മപ്രധാനമായ പല ദൗത്യങ്ങളുമുണ്ടെന്ന് വ്യക്തമാക്കുന്ന പഠനങ്ങളുണ്ട്. മണ്ണും ജലവുമെല്ലാം ജീവയോഗ്യമാക്കുന്നതിലും ഭൂമിയിലെ ഭക്ഷ്യോൽപാദകരായ സസ്യങ്ങളെ നിലനിർത്തുന്നതിലും മനുഷ്യരടക്കമുള്ള ജീവികളുടെ പ്രതിരോധ വ്യവസ്ഥയുടെ നിലനിൽപ്പിലുമെല്ലാം വൈറസുകൾ കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. വൈറസുകൾ മാത്രമല്ല, അവയുണ്ടാക്കുന്ന രോഗങ്ങൾ പോലും ചിലപ്പോഴെല്ലാം മനുഷ്യരുടെ പ്രതിരോധ വ്യവസ്ഥയെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. പ്രതിരോധ വ്യവസ്ഥയെ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരുന്നതിനും അപകടകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിനുമെല്ലാം വൈറസുകൾ നമ്മെ സഹായിക്കുന്നുണ്ട്. അവയുടെ ഉപകാരങ്ങളെക്കുറിച്ച് ഇനിയും മനസ്സിലാക്കാനിരിക്കുന്നതേയുള്ളൂ. രോഗകാരികളായി കരുതപ്പെടുന്ന സൂക്ഷ്മജീവികൾ പോലും യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യർക്ക് നന്മകൾ നൽകുന്നതിന് വേണ്ടിയാണെന്ന അറിവ് ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്കായി പടച്ചത് അവനാണ് എന്ന ഖുർആൻ പ്രസ്താവനയുടെ ആഴം വ്യക്തമാക്കുന്നു. മനുഷ്യ ശരീരത്തിനകത്ത് വസിക്കുന്ന നമ്മുടെ കോശങ്ങളെക്കാൾ അധികമുള്ള ബാക്ടീരിയകളും മറ്റു സൂക്ഷ്മജീവികളുമെല്ലാം നമ്മുടെ ശരീരവുമായി പരസ്പര യോഗത്തിലാണ് ജീവിക്കുന്നത്. അവ കൊണ്ട് നമുക്കും നമ്മെക്കൊണ്ട് അവയ്ക്കും ഉപകാരങ്ങളുണ്ട്. നമ്മുടെ പല ഉപാപചയ പ്രവർത്തനങ്ങളും അവയില്ലെങ്കിൽ യഥാരൂപത്തിൽ നടക്കുകയില്ല. വായയുടെ അറ്റമായ ചുണ്ടു മുതൽ ചെറുകുടലിന്റെ അങ്ങേയറ്റം വരെ നീളുന്ന നമ്മുടെ ദഹനവ്യൂഹത്തിൽ മാത്രം ബാക്ടീരിയകളും വൈറസുകളും ആർക്കിയകളും യുകാരിയോട്ടുകളുമെല്ലാം കൂടി 10 ലക്ഷം കോടി സൂക്ഷ്മജീവികളെങ്കിലുമുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്നാണ് അവയുടെ പോഷണം. പകരമായി നമ്മുടെ ഭക്ഷണത്തിലെ നാരുകളെ വിഘടിപ്പിക്കാനും വിറ്റാമിനുകൾ എ, B2, B3, B5, B12, C, D, K എന്നിവയുടെ നിർമ്മാണത്തിനും സഹായിക്കുന്നു. അവയുടെ സേവനമില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് നിലനിൽക്കാനാവില്ല എന്നർത്ഥം. എല്ലാം മനുഷ്യർക്കായി പടക്കപ്പെട്ടവയാണ്. രോഗങ്ങൾ ഉണ്ടാക്കാനുള്ളതല്ല, രോഗങ്ങളിൽ നിന്ന് ശരീരത്തെ പ്രതിരോധിക്കുവാനുള്ളതാണ് യഥാർത്ഥത്തിൽ സൂക്ഷ്മജീവികൾ. അവയുമായി മനുഷ്യർക്കുണ്ടാവേണ്ട സഹജീവനം തകരാറിലാകുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത്. സൂക്ഷ്മ ജൈവലോകം നമ്മുടെ പ്രതിരോധ വ്യൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങൾ നിരവധിയാണ്. അതിക്രമകാരികളായ ശത്രുക്കളുടെ ആക്രമണമുണ്ടാകുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവ എത്തുന്നതിന് മുമ്പെത്തി അവയെ അങ്ങോട്ട് കടക്കാൻ സമ്മതിക്കാതിരിക്കുകയാണ് ഇവ ചെയ്യുന്ന ഒന്നാമത്തെ സേവനം. നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയെ ശാക്തീകരിക്കുന്നുവെന്നതാണ് ഇവ ചെയ്യുന്ന രണ്ടാമത്തെ സേവനം. പ്രതിരോധ കോശങ്ങളെ ഉദ്ദീപിപ്പിച്ച് അവയുടെ വിഭജനത്തിന്റെയും പ്രത്യുൽപാദനത്തിന്റെയും തോത് വർദ്ധിപ്പിക്കുന്നത് ഇവയാണ്. നമ്മുടെ പ്രതിരോധ കോശങ്ങൾ തന്നെ ശരീരത്തിനെതിരായി മാറുന്ന ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിലും ഈ സൂക്ഷ്മജീവികൾക്ക് പങ്കുണ്ട്. ശരീരത്തിനകത്ത് നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് അമിതവണ്ണത്തിൽ നിന്ന് രക്ഷിച്ച് ശരീരത്തിന്റെ ആകൃതി സംരക്ഷിക്കുന്നതിലും ഇവ കാര്യമായി പങ്കുവഹിക്കുന്നു. നമ്മുടെ മാനസിക നിലകളെപ്പോലും ഗുണപരമായി സ്വാധീനിക്കുന്നുണ്ട് ഈ സൂക്ഷ്മജീവികൾ എന്നാണ് ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ജനിക്കുന്ന സമയത്ത് മാതാവിന്റെ ജനനേന്ദ്രിയ ഭാഗത്തുള്ള സൂക്ഷ്മജീവിക്കൂട്ടം കുഞ്ഞിനാവശ്യമായ പ്രതിരോധങ്ങൾ നൽകുവാനുള്ളതാണ്. അവയാണ് ജനിച്ചതിന് ശേഷം ഉണ്ടാകാനിടയുള്ള അലർജികളിൽ നിന്ന്
കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്. ഇതുവരെ നാം മനസ്സിലാക്കിയ ഉപകാരങ്ങളിൽ ചിലവയാണിവ. അറിയാനിരിക്കുന്നവ എത്രയാണെന്ന് ആർക്കറിയാം? ഭൂമിയിലുള്ള യാതൊന്നും തന്നെ മനുഷ്യരെ ഉപദ്രവിക്കുവാനായി പടക്കപ്പെട്ടവയല്ല, മനുഷ്യർക്കായി പടച്ചവൻ സൃഷ്ടിച്ചതാണ്. എല്ലാറ്റിനെയും എന്ന വസ്തുതയാണ് ഇവ വ്യക്തമാക്കുന്നത്. ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്കായി പടക്കപ്പെട്ടതാണെന്ന അറിവ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ബോധ്യം നൽകുന്നതോടൊപ്പം ഭൗമപ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യരുടെ ഉത്തരവാദിത്തമാണെന്ന ബോധവും ഉണ്ടാക്കുന്നുണ്ട്. മനുഷ്യർക്ക് നന്മ നൽകുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പ്രകൃതി പ്രതിഭാസങ്ങളോട് സമരസപ്പെട്ട് ജീവിക്കുവാനാണ്, അവയെ തകർക്കുവാനല്ല മനുഷ്യർ പരിശ്രമിക്കേണ്ടത് എന്ന ബോധം. ഭൗമ പ്രതിഭാസങ്ങളെയും സഹജീവികളെയും ഉപയോഗിക്കുകയാണ്, ഉപദ്രവിക്കുകയല്ല മനുഷ്യർ ചെയ്യേണ്ടത് എന്ന ബോധം. മനുഷ്യർക്ക് വേണ്ടിയുള്ള ഭൂമിയെയും അതിലെ സൃഷ്ടി വ്യവസ്ഥയെയും തകരാറിലാക്കുന്നതാണ് മനുഷ്യ പ്രവർത്തനങ്ങളെങ്കിൽ അവ മൂലം ആത്യന്തികമായ നഷ്ടമുണ്ടാവുക മനുഷ്യർക്ക് തന്നെയാണെന്ന ബോധം. ഈ ബോധമില്ലാതെയുള്ള മനുഷ്യ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് കടലിലും കരയിലുമെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാവുന്നതെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 30-ാം അധ്യായം 41-ാം വചനം. ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് ഖുർആൻ നിർദ്ദേശിക്കുന്ന അമിതമാകരുത് എന്ന നിർദ്ദേശം പ്രകൃതി ചൂഷണത്തിന്റെ കാര്യത്തിൽ 7-ാം അധ്യായം 31-ാം സൂക്തം മനുഷ്യർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ലോകം അഭിമുഖീകരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ദുർവ്യയം ചെയ്യുന്നവർ പിശാചിന്റെ കൂട്ടുകാരാണ് എന്നതാണ് ഖുർആനിക പാഠം. 17-ാം അധ്യായം 27-ാം വചനം. കാലക്രമത്തെ കുറിക്കാനും വിവരണക്രമത്തെ കുറിക്കാനും സുമ്മ എന്ന് പ്രയോഗിക്കാറുണ്ട്. മകനോട് പിതാവ് ഞാൻ നിനക്ക് നല്ല വിദ്യാഭ്യാസം നൽകി, പിന്നെ ചെറുപ്പത്തിൽ വളർത്തി വലുതാക്കുകയും ചെയ്തു എന്ന് പറയുന്നതിൽ നിന്ന് വിദ്യാഭ്യാസം നൽകിയതിന് ശേഷമാണ് വളർത്തി വലുതാക്കിയത് എന്ന് ആരും മനസ്സിലാക്കാറില്ല. പിന്നെ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് കാലക്രമത്തെയല്ല, വിവരണക്രമത്തെയാണ് കുറിക്കുന്നതെന്ന് പരാമർശത്തിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത് കൊണ്ടാണിത്. പിന്നെ അവൻ ഉപരിയിലേക്ക് ആരോഹണം ചെയ്ത് അതിനെ 7 ആകാശങ്ങളായി സംവിധാനിച്ചു. സുമ്മസ്തവാ ഇലസ്സമാ ഫസവ്വാഹുന്ന സബഅ സമാവാതി എന്ന വചനഭാഗത്ത് പിന്നെ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് കാലക്രമത്തെ കുറിക്കുന്നതിനല്ലെന്ന് ഖുർആനിലെ മറ്റു വചനങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ആകാശഭൂമികളുടെ അടിസ്ഥാന സൃഷ്ടി നടന്നത് ഒന്നിച്ചാണെന്നും സൃഷ്ടിയുടെ ആദ്യഘട്ടത്തിന് ശേഷമാണ് ഭൂമിയിലെ സവിശേഷ സംവിധാനങ്ങൾ രൂപപ്പെട്ടതെന്നും ഖുർആൻ വ്യക്തമാക്കുന്നത് കാണാം. 41-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള സൂക്തങ്ങൾ. ആകാശങ്ങളുടെ സൃഷ്ടിക്ക് ശേഷമാണ് ഭൂമിയെ ജീവയോഗ്യമാകും വിധം വികസിപ്പിച്ചതെന്ന് സൂചിപ്പിക്കുന്ന വചനങ്ങളുമുണ്ട്. 79-ാം അധ്യായത്തിലെ 27 മുതൽ 33 വരെയുള്ള സൂക്തങ്ങൾ. ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്കായി സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞ ശേഷം പിന്നെ ആകാശങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുമ്പോൾ അത് കാലക്രമത്തെയല്ല വിവരണത്തിന്റെ തുടർച്ചയെയാണ് അടയാളപ്പെടുത്തുന്നത് എന്നർത്ഥം. നമുക്ക് മുകളിലുള്ള എന്തിനെക്കുറിച്ചും സമാ എന്ന് പറയാമെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇലസ്സമാഇന് ഉപരിയിലേക്ക് എന്ന പരിഭാഷ നൽകുന്നത്. തിരിഞ്ഞുവെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഇസ്തവ എന്ന ക്രിയയെയാണ്. പക്വതയെത്തുക, നേരെ നിൽക്കുക, കയറുക, തിരിയുക എന്നീ അർത്ഥങ്ങളിലെല്ലാം പ്രയോഗിക്കാറുള്ള ക്രിയയാണിത്. മൂസാ നബിയെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടയിൽ ഇസ്തവ എന്ന് സൂറത്തുൽ ഖസസിൽ പറയുന്നുണ്ട്. 28-ാം അധ്യായം 14-ാം സൂക്തം. പക്വതയെത്തി എന്നാണ് അവിടെ അതിനർത്ഥം. അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്രിയ ഖുർആനിൽ പ്രയോഗിച്ചിരിക്കുന്നത് 9 തവണയാണ്. 7 തവണ അള്ളാഹു അവന്റെ സിംഹാസനമായ അർശിൽ ആരോഹണം ചെയ്തുവെന്ന് പറയുന്നതിന് വേണ്ടിയും 7-ാം അധ്യായം 54-ാം സൂക്തം, 10-ാം അധ്യായം 3-ാം സൂക്തം, 13-ാം അധ്യായം 2-ാം സൂക്തം, 20-ാം അധ്യായം 5-ാം സൂക്തം
25-ാം അധ്യായം 59-ാമത് സൂക്തം, 32-ാം അധ്യായം 4-ാം സൂക്തം, 57-ാം അധ്യായം 4-ാം സൂക്തം. 2 തവണ ഉപരിയിലേക്ക് തിരിഞ്ഞു പറയുന്നതിന് വേണ്ടിയുമാണവ. 2-ാം അധ്യായം 29-ാം സൂക്തം, 41-ാം അധ്യായം 11-ാമത് സൂക്തം. അള്ളാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ട 7 വചനങ്ങളിലും ഇസ്തവയ്ക്ക് ശേഷം അല എന്ന അവ്യയമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അലൽ അർഷ് എന്നാൽ അർഷിന്മേൽ എന്നർത്ഥം. അലയ്ക്ക് മുമ്പ് ഇസ്തവ എന്ന് പ്രയോഗിക്കുമ്പോൾ അതിന് ആരോഹണം ചെയ്തുവെന്നോ ഉപവിഷ്ടനായി എന്നോ ആണ് പ്രഗത്ഭരായ വ്യാഖ്യാതാക്കൾ അർത്ഥം നൽകിയിരിക്കുന്നത്. ഉപരിലോകവുമായി ബന്ധപ്പെട്ട 2 ആയത്തുകളിൽ ഇസ്തവയ്ക്ക് ശേഷം ഇല എന്ന അവ്യയമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇല സമാ എന്നാൽ ഉപരിയിലേക്ക് എന്നർത്ഥം. ഇലായ്ക്ക് മുമ്പ് ഇസ്തവ എന്ന് പ്രയോഗിക്കുമ്പോൾ അതിന് തിരിഞ്ഞുവെന്നാണ് വ്യാഖ്യാതാക്കൾ നൽകിയ അർത്ഥം. സുമ്മസ്തവ ഇല സമാ എന്ന വചനഖണ്ഡത്തെ പിന്നെയവൻ ഉപരിയിലേക്ക് തിരിഞ്ഞുവെന്ന് ഭാഷാന്തരം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. അള്ളാഹുവെക്കുറിച്ച് അവൻ ഉപരിയിലേക്ക് തിരിഞ്ഞുവെന്നും അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്നുമെല്ലാം പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് അള്ളാഹു. പദാർത്ഥങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിന് അതീതമാണ് അവന്റെ അസ്തിത്വം. പദാർത്ഥ ലോകത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന മാപിനികൾ ഉപയോഗിച്ച് അവന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. പദാർത്ഥ ലോകത്തെക്കുറിച്ച് മാത്രം പഠിക്കാനും അനുമാനങ്ങൾ ഉണ്ടാക്കുവാനും കഴിയുന്ന മനുഷ്യർക്ക് പദാർത്ഥാതീതമായ വസ്തുതകളെക്കുറിച്ച് പടച്ചവൻ പറഞ്ഞു തന്നത് എന്താണോ അത് മാത്രമാണ് അറിയാൻ കഴിയുക. അവൻ വെളിപ്പെടുത്തിയതിനെ അതേപോലെ മനസ്സിലാക്കുകയല്ലാതെ അക്കാര്യത്തിൽ മനുഷ്യർക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല. പദാർത്ഥ ലോകവുമായി താരതമ്യം ചെയ്യുകയോ വിശദീകരിക്കുകയോ വ്യാഖ്യാനിച്ച് വികലമാക്കുകയോ ചെയ്യാതെ പടച്ചവൻ പറഞ്ഞത് അതേപോലെ മനസ്സിലാക്കുക എന്ന നിലപാടാണ് അള്ളാഹുവെ കുറിച്ചുള്ള പരാമർശങ്ങളുടെ കാര്യത്തിൽ സച്ചരിതരായ മുൻഗാമികൾ സ്വീകരിച്ചത്. എങ്ങനെയാണ് അള്ളാഹുവിന്റെ ആരോഹണം എന്ന ഒരാളുടെ ചോദ്യത്തിന് ഇമാം മാലിക് റഹ്മഹുല്ല പറഞ്ഞ മറുപടി പ്രസിദ്ധമാണ്. ആരോഹണം അറിയപ്പെടുന്നതാണ്, അത് എങ്ങനെയെന്ന് അറിയാത്തതാണ്. അതേക്കുറിച്ച ചോദ്യം പുതിയതാണ്. തിന്മയുദ്ദേശിച്ച് ചോദിക്കുന്നയാളാണ് താങ്കളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൽ ഇസ്തിദ്കാർ 2/529. അള്ളാഹു ആരോപണം ചെയ്തുവെന്ന് അവൻ തന്നെ വെളിപ്പെടുത്തിയതായതിനാൽ അവന്റെ ഔന്നത്യത്തിനും മഹത്വത്തിനും അനുയോജ്യമായ രീതിയിൽ അവൻ ആരോഹണം ചെയ്തുവെന്ന് വിശ്വസിക്കുക. അവന്റെ അസ്തിത്വത്തെയും ഗുണവിശേഷണങ്ങളെയും കുറിച്ച് അവൻ വെളിപ്പെടുത്തിയതല്ലാതെ യാതൊന്നും അറിയാത്തതിനാൽ എങ്ങനെയാണ് ആരോഹണമെന്ന് അറിയില്ലെന്ന് കരുതുക. അവൻ അദ്വിതീയനും താരതമ്യത്തിന് അതീതനുമായതിനാൽ വ്യാഖ്യാനിച്ച് വികലമാക്കാതെ ആരോഹണത്തെ അംഗീകരിക്കുക. പദാർത്ഥ ലോകത്തുള്ള യാതൊന്നിന്റെയും ആരോഹണവുമായി പദാർത്ഥാതീതനായ അള്ളാഹുവിന്റെ ആരോഹണത്തിന് സാമ്യതയില്ലെന്ന് മനസ്സിലാക്കി ചോദ്യം ചെയ്യാതെ അത് അപ്പടി സ്വീകരിക്കുക. ഇതാണ് സച്ചരിതരായ മുൻഗാമികളുടെ നിലപാട്. സൂക്ഷ്മവും കൃത്യവുമായ നിലപാടാണിത്. ഉപരിലോകത്തെ 7 ആകാശങ്ങളായി സംവിധാനിച്ചു. ഫസവ്വാഹുന്ന സബഅ സമാവാത്ത് എന്ന ഖുർആന്റെ പ്രസ്താവന ആകാശലോകത്തിന്റെ ബൃഹദ്ഭാവത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. 7 ആകാശങ്ങളെക്കുറിച്ച് ഖുർആൻ പലതവണ പരാമർശിക്കുന്നുണ്ട്. സബഅ സമാവാത്ത് എന്ന് 5 തവണയും 2-ാം അധ്യായം 29-ാം സൂക്തം, 41-ാം അധ്യായം 12-ാം സൂക്തം, 65-ാം അധ്യായം 12-ാം സൂക്തം, 67-ാം അധ്യായം 3-ാം സൂക്തം, 71-ാം അധ്യായം 15-ാം സൂക്തം. അസ്സമാവാതു സബഅ എന്ന് 1 തവണയും 17-ാം അധ്യായം 44-ാം സൂക്തം അസ്സമാവാതി സബഅ എന്ന് 1 തവണയുമാണ് 23-ാം അധ്യായം 86 സൂക്തം പ്രയോഗിച്ചിരിക്കുന്നത്. ആകെ 7 തവണ. 7 ആകാശങ്ങളെക്കുറിച്ച് 7 തവണ. ഖുർആനിലുള്ള പദപ്രയോഗങ്ങളിലെ അത്ഭുതങ്ങളിലൊന്നാണിത്. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അവതരിച്ച വചനങ്ങളുടെ സമാഹാരമായ ഖുർആനിൽ
ഇത്തരം കാര്യങ്ങൾ ഒത്തുവരുന്നത് അത്ഭുതകരം തന്നെയാണ്. ഖുർആനിനെ അനുകരണാതീതമാക്കുന്ന സവിശേഷതകളിൽ ഒന്നാണിത്. വചനങ്ങളുടെ എണ്ണത്തിൽ പോലും കാണാനാകുന്ന ഈ കൃത്യമായ തെരഞ്ഞെടുപ്പ് അതിന്റെ ദൈവീകതയും അന്യൂനതയുമാണ് വെളിപ്പെടുത്തുന്നത്. ആകാശങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ഇവ കൂടാതെ 2 തവണ കൂടി ഖുർആൻ 7 എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് സമാവാത്ത് എന്നല്ല. സൂറത്തുൽ മോമിനൂനിൽ സബഅ തറായിഖ് എന്നും 23-ാം അധ്യായം 17-ാം സൂക്തം, സൂറത്തുൻ നബയിൽ സബഅൻ ഷിദാദ എന്നും 78-ാം അധ്യായം 12-ാമത് സൂക്തം ആണ് പറഞ്ഞിരിക്കുന്നത്. 7 പഥങ്ങൾ എന്നും ബലിഷ്ഠമായ 7 എണ്ണം എന്നുമാണ് യഥാക്രമം ഇവയുടെ പരിഭാഷ. ഈ വചനങ്ങളിൽ എവിടെയെങ്കിലും സമാവാത്ത് എന്ന് പ്രയോഗിച്ചിരുന്നെങ്കിൽ എണ്ണത്തിലുള്ള കൃത്യതയുണ്ടാകുമായിരുന്നില്ല. അക്ഷരാഭ്യാസമില്ലാതിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ 23 വർഷങ്ങൾക്കിടയിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ലോകം കേട്ട വചനങ്ങളുടെ സമാഹാരത്തിലുള്ള ഇത്തരം കൃത്യതകൾക്ക് ഒരൊറ്റ വിശദീകരണം മാത്രമേയുള്ളൂ. ഇത് സർവജ്ഞന്റെ വചനങ്ങളാണെന്ന വിശദീകരണം. 7 ആകാശങ്ങൾ എന്ന ആശയം ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് വ്യാപകമായ ആശയമായിരുന്നുവോ? ആകാശങ്ങൾ എന്ന അർത്ഥത്തിൽ ഷമായിം എന്ന ഹിബ്രു ബഹുവചനമാണ് ബൈബിളിൽ ഉപയോഗിക്കുന്നതെങ്കിലും 7 എന്ന എണ്ണം ബൈബിൾ വചനങ്ങളിലൊന്നും കാണുന്നില്ല. ക്രിസ്താബ്ദം 1-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന എനോക്കിന്റെ 2-ാം പുസ്തകത്തിൽ എനോക്ക് 10-ാം ആകാശത്തിൽ വെച്ച് ദൈവത്തെ കണ്ടതായുള്ള പരാമർശമുണ്ടെന്ന് എഡ്വേർഡ് ലെങ്ടൺ തന്റെ ഗുഡ് ആൻഡ് എവിൾ സ്പിരിറ്റ്സ്, എ സ്റ്റഡി ഓഫ് ദ ജൂയിഷ് ആൻഡ് ക്രിസ്ത്യൻ ഡോക്ട്രൈൻ, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന ഗ്രന്ഥത്തിൽ പേജ് 248 പറയുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരുപാട് ആകാശങ്ങൾ ഉണ്ട് എന്നതല്ലാതെ കൃത്യമായ ഇത്രയെണ്ണം ആകാശങ്ങളാണുള്ളതെന്ന് ഇസ്രയേല്യർ വിശ്വസിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാവുന്നത്. 14 വർഷങ്ങൾക്ക് മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരാളെ എനിക്കറിയാം എന്ന് പൗലോസ് പറയുന്നതായി പുതിയ നിയമത്തിലുണ്ട്. 2 കോറിന്തോസ് 12:3. 7 ആകാശങ്ങളുള്ളതായി യഹൂദ റബ്ബിമാർ വിശ്വസിച്ചിരുന്നതായി ജൂവിഷ് എൻസൈക്ലോപീഡിയ പറയുന്നുണ്ടെങ്കിലും അതിന് തക്ക പ്രമാണങ്ങളൊന്നും ഉദ്ധരിച്ചു കാണുന്നില്ല. അറബികൾക്കിടയിലും 7 ആകാശങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നതായി വ്യക്തമാക്കുന്ന രേഖകൾ ആരും ഉദ്ധരിച്ചതായി കണ്ടിട്ടില്ല. 7 ആകാശങ്ങളെക്കുറിച്ച് ഖുർആനിലെ ആവർത്തിച്ചുള്ള പരാമർശങ്ങൾ മറ്റെവിടെയെങ്കിലുമുള്ള ആശയങ്ങളുടെ ആവർത്തനമല്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഏതാണ് ഈ 7 ആകാശങ്ങൾ? നാം കാണുന്ന നീലാകാശമല്ലെന്നുറപ്പാണ്. ആകാശങ്ങളെക്കുറിച്ച് പറയുന്ന ഖുർആൻ വചനങ്ങളിൽ ഒന്നും തന്നെ അവയുടെ നിറങ്ങളെക്കുറിച്ച പരാമർശങ്ങൾ ഒന്നും തന്നെയില്ല. മരുഭൂമിവാസിയായ ഒരാളുടെ മനസ്സിൽ തെളിഞ്ഞതായിരുന്നു ഖുർആനിലെ ആകാശ പരാമർശങ്ങളെങ്കിൽ ഒരിക്കലെങ്കിലും അതിന് നീല നിറമാണെന്നോ വെള്ള നിറമാണെന്നോ പറയേണ്ടതായിരുന്നു. അങ്ങനെയൊന്നുമില്ല എന്നതിൽ നിന്ന് ഭൂമിയിൽ നിന്ന് നാം കാണുന്ന ആകാശത്തെക്കുറിച്ചല്ല ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നുണ്ട്. 1-ാമത്തെ ആകാശത്തിലാണ് നക്ഷത്രങ്ങളെ കൊണ്ട് അള്ളാഹു അലങ്കരിച്ചതെന്ന് 2 തവണ ഖുർആനിൽ പറയുന്നുണ്ട്. 37-ാം അധ്യായം 6-ാം സൂക്തം, 67-ാം അധ്യായം 5-ാം സൂക്തം. അടുത്തുള്ള ആകാശത്തെ ഈ 2 വചനങ്ങളിലും ഖുർആൻ വിളിച്ചിരിക്കുന്നത് അസ്സമാ അദ്ദുന്യ എന്നാണ്. ഈ ലോകത്തിന്റെ ആകാശം എന്നാണ് ഇതിന് നേർക്കുനേരെയുള്ള അർത്ഥം. നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നതെന്ന് ഈ പ്രയോഗത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നമ്മുടെ പ്രപഞ്ചം മൊത്തത്തിൽ അസ്സമാ അദ്ദുന്യയാണ്, 1-ാം ആകാശം. നമുക്ക് കാണാനോ അനുഭവവേദ്യമാകുവാനോ ഗണിതക്രിയകളിലൂടെ മനസ്സിലാക്കുവാനോ കഴിയുന്ന പ്രപഞ്ചം മുഴുവൻ 1-ാം ആകാശത്തിന്റെ ഭാഗമാണ്. നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം അടങ്ങുന്ന നമ്മുടെ ലോകമാണത് അസ്സമാ അദ്ദുന്യ. നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് തന്നെ മനുഷ്യരുടെ അറിവ് പരിമിതമാണ്.
നമുക്ക് അറിയാനാകുന്ന പ്രപഞ്ചത്തിൽ തന്നെ 2,00,000 കോടി ഗാലക്സികൾ ഉണ്ടാകാമെന്നാണ് കണക്ക്. നമ്മുടെ ഗാലക്സിയായ ക്ഷീരപഥത്തിൽ 25,000 കോടി നക്ഷത്രങ്ങളെങ്കിലും ഉണ്ടാകണമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിലൊരു നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഭൂമി. അറിയാനാകുന്ന പ്രപഞ്ചത്തിന്റെ തന്നെ ഭൂരിഭാഗവും നമുക്ക് അജ്ഞാതമാണ് ഇന്നും. അവയെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പോലും പ്രപഞ്ച സമുദ്രത്തിലെ ഒരു തുള്ളിയെക്കുറിച്ച് അറിഞ്ഞുവെന്നേ പറയാനാകൂ. വികസിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ആകെയുള്ള പ്രപഞ്ചത്തിന്റെ 4% മാത്രമേ മനുഷ്യർ എത്ര വളർന്നാലും അവർക്ക് മനസ്സിലാക്കാനാവൂ എന്നാണ് പ്രപഞ്ച ശാസ്ത്രജ്ഞന്മാർ കരുതുന്നത്. ഇതെല്ലാം ഖുർആൻ പറഞ്ഞ 1-ാം ആകാശത്തിന്റെ ഭാഗമാണ്. അസ്സമാ അദ്ദുന്യയുടെ ഒരറ്റം പോലും മനുഷ്യർക്ക് ഒരിക്കലും മനസ്സിലാക്കാനാവില്ലെങ്കിൽ മറ്റ് 6 ആകാശങ്ങളെക്കുറിച്ചും അവയുടെ സ്രഷ്ടാവ് പറഞ്ഞത് അതേപോലെ മനസ്സിലാക്കുക മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. 7 ആകാശങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. അവയുടെ യാഥാർത്ഥ്യം നമുക്കറിയില്ലെന്ന് വിനയത്തോടെ സമ്മതിക്കുക. കത്തിക്കൊണ്ടിരിക്കുന്ന കോടാനുകോടി നക്ഷത്രങ്ങളുള്ള അസ്സമാ അദ്ദുന്യയ്ക്ക് നടുവിലെ പച്ചത്തുരുത്തായ ഭൂമിയിൽ വസിക്കുവാൻ പടച്ചവൻ അനുഗ്രഹങ്ങൾ നൽകിയ മനുഷ്യർക്ക് മുന്നിൽ ഈ നക്ഷത്രങ്ങൾക്കെല്ലാം അപ്പുറത്തുള്ള 6 ആകാശങ്ങളെ കുറിച്ചുമുള്ള അറിവില്ലായ്മ വിനയത്തോടെ സമ്മതിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പടച്ചവൻ പറഞ്ഞത് അതേപോലെ മനസ്സിലാക്കുക മാത്രമാണ് 7 ആകാശങ്ങളുടെയും കാര്യത്തിൽ കരണീയം. ബൃഹത്തായ നമ്മുടെ പ്രപഞ്ചത്തെയും അതിനപ്പുറത്തുള്ള ആകാശങ്ങളെയും മനുഷ്യർക്കറിയാനാകാവുന്നതും അല്ലാത്തതുമായ കാര്യങ്ങളെപ്പറ്റിയെല്ലാം കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹുവെന്ന അതിഗംഭീരമായ സന്ദേശം നൽകിക്കൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്കായാണ് അള്ളാഹു സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു. ഭൗമവസ്തുക്കളിൽ ചിലതെങ്കിലും നമുക്ക് ദോഷകരമാണെന്നാണ് നമ്മുടെ അനുഭവം. എന്നാൽ അവ പോലും മനുഷ്യർക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് വ്യക്തമായി അള്ളാഹുവിനറിയാം. ഉപരിയിലേക്ക് അള്ളാഹു ആരോഹണം ചെയ്തുവെന്ന് പറഞ്ഞു. എങ്ങനെ, ഏത് രൂപത്തിലെന്ന് അള്ളാഹുവിനാണ് കൃത്യമായി അറിയുക. 7 ആകാശങ്ങളായി ക്രമീകരിച്ചതായി വ്യക്തമാക്കി. 1-ാം ആകാശത്തെക്കുറിച്ച് പോലും ഒന്നും അറിയാത്തവർ പോലും 7 ആകാശങ്ങൾ എവിടെയെന്ന് പരിഹസിക്കുന്നു. അസ്സമാ അദ്ദുന്യ എത്രമാത്രമുണ്ടെന്നും അതിനപ്പുറത്തുള്ള ആകാശങ്ങളെല്ലാം എങ്ങനെയാണെന്നും അള്ളാഹുവിനാണ് അറിയുക. സൃഷ്ടികളുടെ അറിവില്ലായ്മയെയും സ്രഷ്ടാവിന്റെ സമ്പൂർണമായ അറിവിനെയും ദ്യോതിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളെയെല്ലാം പറ്റി അറിയുന്നവനുമാണവൻ. വഹുവ ബികുല്ലി ഷൈഇൻ അലീം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമാപനം 28, 29 ആയത്തുകളുടെ ഉള്ളടക്കത്തെ ദീപ്തമാക്കുന്നു. അവയിലെ സന്ദേശങ്ങളെയെല്ലാം സ്വാംശീകരിച്ചുകൊണ്ടുള്ള ഉപസംഹാരമാണിത്.